ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആർ വി ബാബു, റെജി ലൂക്കോസ് ചൂണ്ടിക്കാട്ടിയ കാര്യം താങ്കൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് അയ്യപ്പ ഭക്ത സംഗമത്തിൽ ബിന്ദു അമ്മിണിയെ ക്ഷണിച്ചതായി അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ ബിന്ദു അമ്മിണി ഇതൊരു തുറന്ന സദസ്സാണ്, ആർക്കും വരാം, ഇതൊരു നിഷ്കളങ്കമായ ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അതായത് ബിന്ദു അമ്മിണി ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുത്താൽ അതൊരു വെല്ലുവിളിയായി നമ്മൾ കാണേണ്ടതില്ല. സർക്കാർ എല്ലാവർക്കും തുറന്നു കൊടുത്തതുപോലെ അവർക്കും ഒരു വേദി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ അതിഥിയായി എത്തുന്നു. അതൊന്നും വലിയ ഗൂഢാലോചനയായി കാണേണ്ട, വെല്ലുവിളിയായി കാണേണ്ടതില്ല എന്ന രീതിയിലാണ് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം? സർക്കാർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്റെ കാരണം, ഒന്ന്, സർക്കാരിന്റെ ജോലിയല്ല അയ്യപ്പ സംഗമം നടത്തേണ്ട ചുമതല സർക്കാരിൻ്റെതല്ല. ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്നു, ദേവസ്വം ബോർഡ് തനിയെ അത് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അതിന്റെ വികസനത്തിനൊക്കെ വേണ്ടി ദേവസ്വം ബോർഡ് അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടി ഒരു സംഗമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. സർക്കാരിന് എന്താണ് കാര്യം ഈ കാര്യത്തിൽ? അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടേണ്ട കാര്യം സർക്കാരിന് എന്താണ്? സർക്കാർ ഒരു മതേതര സർക്കാരാണെന്ന് പറയുകയും, ഒരു വശത്ത് മതേതര സർക്കാരാണെന്ന് പറയുന്നു, മറുവശത്ത് അയ്യപ്പന്മാരെ വിളിച്ചുകൂട്ടി സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കാപട്യം വളരെ വ്യക്തമാണ്. ഈ സർക്കാരിന്റെ ഉദ്ദേശം വളരെ ഒരു പ്രത്യേക അജണ്ടയോട് കൂടിയിട്ടാണ് ഈ ഒരു സമ്മേളനം നടത്തുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഒന്ന്, ഇപ്പൊ ബിന്ദു അമ്മിണി സ്വമേധയാ പങ്കെടുക്കുമെന്ന് പറഞ്ഞു എന്ന് ആണ് പറയുന്നത്. ബിന്ദു അമ്മിണിയെ പങ്കെടുപ്പിക്കില്ല എന്ന് സർക്കാർ പറയാൻ തയ്യാറുണ്ടോ? സർക്കാരിന് അങ്ങനെ പറയാൻ പറ്റുമോ? ബിന്ദു അമ്മിണിയെ പോലുള്ള ഒരു ആളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കേരളത്തിലെ എല്ലാ ഭക്തന്മാർക്കും, അയ്യപ്പന്മാർക്കും, ലോകത്തെ മുഴുവൻ അയ്യപ്പന്മാർക്കും അറിയാം. എന്തിനാണ് ബിന്ദു അമ്മിണി ശ്രമിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ എന്ന്. ബിന്ദു അമ്മിണിയേക്ക് അവിടെ കൊണ്ടുവന്നതാരാണ്? സർക്കാരാണ്. ബിന്ദു അമ്മിണിക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തത് സർക്കാരാണ്. അപ്പൊ ആ ബിന്ദു അമ്മിണിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ചുമതലയും സർക്കാരിനുണ്ടാവും. അപ്പൊ അയ്യപ്പന്മാരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ബിന്ദു അമ്മിണിയെ പോലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സമീപനം സർക്കാർ ഇപ്പോഴും നിലനിർത്തുമ്പോൾ എങ്ങനെയാണ് അയ്യപ്പ ഭക്ത സംഗമം നടത്താനായിട്ട് സർക്കാരിന് സാധിക്കുക, അയ്യപ്പ സംഗമം നടത്താൻ സാധിക്കുക? ഇപ്പൊ ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അത് എല്ലാ മതവിഭാഗങ്ങൾക്കും വരാവുന്ന ഒരു ക്ഷേത്രമാണ് എന്നുള്ളതൊക്കെ ശരിയാണ്. അവിടെ ജാതി മതഭേദമന്യേ എല്ലാവരും വരുന്നു എന്നുള്ളതും സ്വാഗതാർഹമാണ്. പക്ഷെ അത് തികച്ചും ആചാരങ്ങളുടെ കാര്യത്തിൽ ഹൈന്ദവ ആചാരങ്ങൾ ശക്തമായി പാലിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. വിശ്വാസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള, വ്രതാനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പൊ ആ വ്രതാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട്, വിശ്വാസങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അവിടെ അയ്യപ്പന്മാർക്ക് പ്രവേശിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണോ ബിന്ദു അമ്മിണിയെ പോലുള്ള ആളുകൾ പ്രവർത്തിച്ചിട്ടുള്ളത് നാളിതുവരെ? അങ്ങനെയല്ല. അപ്പൊ ഇത്തരം ആളുകളെ ശബരിമലയിലേക്ക് കൊണ്ടുവന്ന് ശബരിമലയുടെ പരിപാവനത തകർക്കുക എന്ന ലക്ഷ്യം ഈ സർക്കാരിനുണ്ട് എന്ന് ആരോപിച്ചാൽ അതിനെങ്ങനെ പറയാൻ പറ്റും? കാരണം സർക്കാരിന്റെ മുൻ ചരിത്രം മുഴുവൻ തെളിയിക്കുന്നത് അങ്ങനെയാണ്. രഹാന ഫാത്തിമ പോലുള്ള ആളുകളെ ശബരിമലയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ആ ശബരിമലയുടെ പാവനത തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത് ഈ സർക്കാർ തന്നെയാണ്. അപ്പൊ സർക്കാരിന്റെ മുൻ ചരിത്രം എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ശബരിമലയെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇവിടെ സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള സംഗമം നടത്തുമ്പോൾ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ സംഘടനകളെ ഈ കാര്യത്തിൽ വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടോ? ഇല്ല. അവിടെ തുടക്കം മുതൽ തന്നെ ശബരിമല ദേവസ്വത്തെ സന്നിധാനത്ത് നിന്ന് എല്ലാ ഹൈന്ദവ സംഘടനകളെയും പുറത്താക്കി. ഹിന്ദു സംഘടനകളുമായിട്ട് യാതൊരു കൂടിയാലോചനയില്ല. ഈ വിഷയത്തിലും ഹിന്ദു സംഘടനകളുമായിട്ട് യാതൊരു കൂടിയാലോചനയില്ല. അപ്പൊ മുഴുവൻ ഹൈന്ദവ സംഘടനകളെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടിത ഗ്രൂപ്പ്, സംഘടിത ശക്തി ശബരിമല പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമമാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ആസൂത്രണം ചെയ്യുന്നത് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് കൂടാതെ ഇതിന്റെ പേരിൽ വരുന്ന ആളുകൾ, അയ്യപ്പന്മാർ, ആ അയ്യപ്പന്മാരുടെ ഭക്തിയെ ചൂഷണം ചെയ്ത് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്താനുള്ള ഒരു സാഹചര്യം കൂടി ഈ അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ പിന്നിൽ അയ്യപ്പന്മാരുടെ വലിയ വികാരമുണ്ട്, ശബരിമലയോടുള്ള വലിയ ഭക്തിയുണ്ട്. ആ ഭക്തിയെ ചൂഷണം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്താൻ, അഴിമതി നടത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്. അതിന്റെ മുൻ അനുഭവങ്ങൾ മുഴുവൻ അതാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഈ അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ശബരിമല ക്ഷേത്രത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാളിതുവരെയുള്ള സമീപനം ഈ സർക്കാരിൻ്റെത്. അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിനെ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു ബിന്ദു അമ്മിണി മാത്രമല്ല. നാളെ രഹന ഫാത്തിമയെ വന്നേക്കാം, കനകദുർഗ വന്നേക്കാം, ഇതേപോലെ തൃപ്തി ദേശായിയെ ക്ഷണിച്ചുകൊണ്ട് വന്നേക്കാം. ഇതേപോലുള്ള ആളുകളെയൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ
ശബരിമല ക്ഷേത്രത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം സർക്കാർ തന്നെ നേതൃത്വം കൊടുത്തുകൂടി ചെയ്യുന്നു എന്ന് വേണം ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ശരി, തുടരുക. SJR കുമാറിലേക്ക് പോവുകയാണ്. ശ്രീ SJR കുമാർ, റെജി ലൂക്കോസ് ചൂണ്ടിക്കാട്ടിയ കാര്യം താങ്കൾ കേട്ട് കാണും. അതായത് ഇത് വളരെ നിഷ്കളങ്കമായ ഒരു സ്വഭാവത്തിലുള്ള പരിപാടിയാണ്. ആർക്കും പങ്കെടുക്കാം, അയ്യപ്പ ഭക്തർക്ക് ആർക്കും പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നില്ല, അപ്പോഴും അദ്ദേഹം സമ്മതിക്കുന്നു. അതായത് ഈ ബിന്ദു അമ്മിണി വിവാദ നായികയാണ് എന്ന് സമ്മതിക്കുന്നു. എങ്ങനെയാണ് വിവാദത്തിലേക്ക് വന്നത് എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതിൽ സർക്കാരിനുണ്ടായിരുന്ന പങ്ക് എത്രത്തോളമുണ്ട് എന്നും നമ്മൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോഴും ഈ ബിന്ദു അമ്മിണിയെ പങ്കെടുപ്പിക്കുമോ അല്ലെങ്കിൽ വേണ്ട, അത്തരത്തിലൊരു സ്ത്രീ ഈ പരിപാടിയിൽ പങ്കെടുക്കണ്ട എന്ന ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് സർക്കാരിന് എത്താൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ വളരെ നിഷ്കളങ്കമായി കാണുന്നുണ്ടോ ഈ കാര്യം? കാരണം RV ബാബു ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അതായത് ഈ ഹൈന്ദവ സംഘടനകളെ ഒന്നും തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നില്ലേ? നിഷ്കളങ്കയുടെ കാര്യത്തില് ശ്രീ റെജി ലൂക്കോസ് നിഷ്കളങ്കനായിരിക്കും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ വളരെ നിഷ്കളങ്കനായ ഒരു മനസ്സിന്റെ ഉടമ എന്ന തരത്തിലായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സർക്കാർ നടത്തുന്ന പരിപാടിയിൽ നിഷ്കളങ്കത പറയുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം ആഗോളതലത്തിൽ വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ ക്ഷണിക്കാതെ തന്നെ ധാരാളം ഈ ബിന്ദു അമ്മിണി അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകൾ, അങ്ങനെ വേണം നമ്മൾ കരുതാൻ, അവിടെ എത്താൻ സാധ്യതയുണ്ട്, തടയാൻ സാധിക്കില്ല. അത്തരം ആളുകൾ അവിടെ വരും എന്നുള്ള ഒരു സൂചന അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരെ ക്ഷണിക്കേണ്ടതായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ബിന്ദു അമ്മിണിയെ പോലെ മാത്രമല്ല ലോകത്തുള്ള സർവ്വവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നയം എന്താണെന്ന് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് ഇത്തരം ആളുകളെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അവരവിടെ വന്നെത്തും. അവർക്ക് വേണ്ടിയാണ് ഈ യോഗമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിലെ ഒരു ഹിന്ദു സമാജത്തെ വിഘടിപ്പിക്കാനും അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഭക്തിയുടെ പേരിൽ പലതരത്തിലുള്ള മുതലെടുപ്പ്, രാഷ്ട്രീയ ലാഭം, സാമ്പത്തികം എല്ലാം ഉണ്ടാവും. കൂടാതെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കിയത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. ഇത് നമ്മൾ കാണുന്നത് ഈവൻ എരുമേലിയിൽ എയർപോർട്ട് വരുന്ന വിഷയത്തിലേക്ക് വരെ എത്തിച്ചേരാൻ കാരണം ഇത്തരത്തിലെ ഭക്തരില്ലാത്ത ഒരു സമ്മേളനമായിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം ഇതുവരെ എൻ്റെ അറിവിൽ ഒരു ഹിന്ദു സംഘടനയും അല്ലെങ്കിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദു സംഘടനകൾ ഒരാളെയും അവിടെ വിളിച്ചിട്ടില്ല. ഈ യോഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ക്ഷണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ആലോചന യോഗം പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും നടന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഈ രണ്ട് ആലോചനാ യോഗങ്ങളിലും ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളോളം അവിടെ പലതരത്തിലുള്ള സേവന പ്രവർത്തനം ചെയ്യുന്നു. അവിടെ മാത്രമല്ല, ഇപ്പൊ ശബരിമല കർമ്മസമിതി ആയാലും ശബരിമല അയ്യപ്പ സേവാ സമാജം ധാരാളം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ സംഘടനകൾ, ധാരാളം സംഘടനകൾ, അത് സംഘപരിവാർ എന്നതിനപ്പുറം തന്നെ ഉള്ള ധാരാളം സംഘടനകളുണ്ട്. ഇവരെ ആരെയും ഇതിനെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത്തരം ഒരു ആലോചനയെക്കുറിച്ച് സംസാരിക്കുകയോ അഭിപ്രായം തേടുകയോ ചെയ്യാതെ തീർത്തും ഈ പറഞ്ഞ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാമുദായ സംഘടനകളെയും അതുപോലെ തന്നെ അയ്യപ്പ ഭക്ത സംഘടനകളെയും എല്ലാം മാറ്റി നിർത്തുന്ന ഒരു നിലപാട് വർഷങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരെ ശബരിമലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവിശ്വാസികളുടെ ഒരു കൂട്ടായ്മ തന്നെ ആയിരിക്കും ഈ സർക്കാർ നടത്തുക എന്നുള്ളതിന് ലോകത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ പോലുള്ള ആളുകളെ പ്രത്യേകം ക്ഷണിക്കേണ്ട, അവിടെ എത്തും. അവിടെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാചകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ പമ്പ പോലെ പവിത്രമായ ഒരു സ്ഥലത്താണോ ഇത്തരം ഒരു മീറ്റിംഗ് നടത്തേണ്ടത്? ഈ രാഷ്ട്രീയക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി, അതായത് ഭക്തജനങ്ങളായിട്ടുള്ള അല്ലെ ഭക്ത സംഘടനകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവർ പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്ന കുറെ ആളുകളെ അവിടെ കൊണ്ടുവന്ന് ഒരു സമ്മേളനം നടത്തി രാഷ്ട്രീയ ലാഭത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലോ ഒരു കേരള സർക്കാർ ഒരു യോഗം നടത്തേണ്ട ഒരു വേദിയാണോ പമ്പ? ഞാൻ പറഞ്ഞ പമ്പ പവിത്രമായൊരു സ്ഥലമല്ലേ? അയ്യപ്പ ഭക്തന്മാര് എത്രയോ പൗത്രതയോടാണ് പമ്പ നദിയെയും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന എന്തെല്ലാം പുണ്യസ്നാനം, ബലിതർപ്പണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല പമ്പ ഗണപതിയുടെ സാന്നിധ്യമുള്ള സ്ഥലം കൂടാണ്. അവിടാണോ ഇത്തരത്തിലൊരു രാഷ്ട്രീയ സംഗമത്തിന്റെ വേദി? ഇവർക്ക് അഥവാ ഇത്തരത്തിലുള്ള ഈ അവിശ്വാസികളുടെ യോഗം വിളിക്കണമെങ്കിൽ അവർക്ക് എവിടെയാകാം, പത്തനംതിട്ടയാകാം, തിരുവനന്തപുരത്താകാം, എന്തിന് പമ്പ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും മാത്രമല്ല ഇത് അവരുടെ പറയുന്ന തീയതി നോക്കുമ്പം അവിടെ നട തുറന്നിരിക്കുന്ന സമയമാണ്. മാസപൂജയ്ക്ക് വേണ്ടി നട തുറന്നിരിക്കുന്ന സെപ്റ്റംബർ മാസത്തിലാണ് ഇവർ നടത്താൻ പോകുന്നത്. അപ്പൊ അയ്യപ്പ ഭക്തന്മാര് ഈ വ്രതം നോറ്റിട്ട് ശബരിമലയിലെ ഇരുമടിക്കെട്ടുമായിട്ട് അവിടെ ഭക്തജനങ്ങൾ എത്തുമ്പോൾ അവിടെ ആ സമ്മേളനം നടത്തുകയാണ്. അവരുടെ അതായത് ഈ ഭക്തർക്ക് ഈ അവരുടെ പരമ്പരാഗതമായ രീതിയിൽ അവിടെ എത്താനും മറ്റ് കാര്യങ്ങൾ ചെയ്യാനും ഒന്നും യാതൊരു ബുദ്ധിമുട്ട് അല്ലെ അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും ഇത് നടക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്
അതായത് ആദ്യമേ 2 ദിവസത്തെയാണ്. ആദ്യത്തെ ദിവസം ഇവരെല്ലാം ശബരിമല ദർശനം നടത്തുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ താഴെ വന്ന് അടുത്ത ദിവസം പമ്പയില് മീറ്റിംഗ് പന്തലിട്ട് മീറ്റിംഗ് നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അവിശ്വാസികളുടെ യോഗമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തീർച്ചയായും. അതുകൊണ്ടാണ് എന്തായാലും അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ എന്താണ് നടത്താൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം പമ്പയിലാണല്ലോ എന്നാണ് ഇടത് നിരീക്ഷകന്റെ വാദം. സർക്കാർ ദേവസ്വം ബോർഡും പമ്പയിൽ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുമെന്ന ബിന്ദു അമ്മിണിയുടെ വെല്ലുവിളി കൂടി വരുമ്പോഴാണ് ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഇവർ പ്രതികരിച്ചത്. സർക്കാർ പിന്തുണയോടെ കനത്ത പോലീസ് സുരക്ഷയിൽ ശബരിമലയിലെ പവിത്രമായ ആചാരം ലംഘിക്കാൻ ശ്രമിച്ച ആളാണ് ബിന്ദു അമ്മിണി. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അരുൺ കൊടുങ്ങൂരാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും നന്ദി.